113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ സമാപ്തി ചടങ്ങുകളിലേക്കാണ് പുണ്യപമ്പയിൽ പമ്പ ആരതി നടക്കുന്നുണ്ട്. തത്സമയത്തിലേക്ക് അത് പാശ്ചാത്യ ലോകത്തുണ്ടാകും. നമുക്ക് ഒരു ഭാഗം പാശ്ചാത്യ ലോകത്തും വലിയ വലിയ സൈന്റിസ്റ്റുകൾ, വലിയ വലിയ സാഹിത്യകാരന്മാർ ഒക്കെയും ആത്മഹത്യ ചെയ്യുന്ന വലിയ ദോഷം നമുക്ക് അവിടെയും പാശ്ചാത്യ ലോകത്തൊക്കെ കാണുന്നുണ്ട്. മിഥുൻ, ഭക്തി നിർഭരമായ ഒരു സമാപനമാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെയധികം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം. ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഒരാഴ്ച നീണ്ടുനിന്ന സനാതന ധർമ്മത്തിന്റെ ഹൈന്ദവ ധർമ്മ പ്രബോധനങ്ങളുടെ ആ മഹത്തായ പരിഷത്തിന് ഇന്ന് സമാപനമാവുകയാണ്. വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത സമാപന സഭ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിശിഷ്ട അതിഥിയായ യോഗ വിദ്യ ആശ്രമം ജർമ്മനി മഠാധിപതി സ്വാമി സുഖദേവ് ജി ആണ് പങ്കെടുത്തത്. പാലക്കാട് ശിവാനന്ദാശ്രമ മഠാധിപതി സ്വാമി സ്വരൂപാനന്ദ സരസ്വതിയാണ് സമാപന സന്ദേശം നൽകുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ കിത്യം ഗോപകുമാർ ആയിരുന്നു സമാപന സഭയുടെ ഉദ്ഘാടനം. ഒരാഴ്ച നീണ്ടുനിന്ന ആ ഒരു പരിഷത്തിന് 8 ദിവസത്തെ ഹൈന്ദവ ധർമ്മ പ്രബോധനങ്ങളുടെ മഹത്തായ പരിഷത്തിനാണ് 113ാമത് ഒരു പതിറ്റാണ്ടും പിന്നിട്ട ഹിന്ദുമത പരിഷത്തിനാണ് ഇന്ന് സമാപനമാകുന്നത്. RSS സർസംഘചാലകന്റെ സാന്നിധ്യം ഇത്തവണത്തെ ഹിന്ദുമത പരിഷത്തിനെ ഏറ്റവും സവിശേഷ പ്രാധാന്യമുള്ള ഒന്നാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഈ 113 വർഷത്തിനിടയിലുള്ള ഹിന്ദുമത പരിഷത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രധാന സവിശേഷത പ്രാധാന്യം അർഹിക്കുന്ന ഒരു പരിഷത്തായിട്ട് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ സാന്നിധ്യത്തിൽ ഇത്തവണത്തെ പരിഷത്ത് മാറുകയും ചെയ്തിരുന്നു. ഹിന്ദു ഏകതാ സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. 1 ലക്ഷത്തോളം ആളുകൾ ഹിന്ദു ഏകതാ സമ്മേളനം നടന്ന ഫെബ്രുവരി 5-ാം തീയതി ഹിന്ദു പമ്പ മണപ്പുറത്തേക്ക് എത്തുകയും അദ്ദേഹത്തിന്റെ മഹത്തായ വാക്കുകൾ ശ്രവിച്ച് ഹിന്ദു ഐക്യത്തിന് കൃത്യമായ ദിശാബോധം നൽകിയ RSS സർസംഘചാലകന്റെ വാക്കുകൾ ശ്രവിച്ച് മടങ്ങുകയും ചെയ്തിരുന്നു. ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമായിരുന്നു ഇത്തവണത്തെ ഹിന്ദുമത പരിഷത്തിന്റേത്. അത് പൂർത്തിയാകുകയാണ്. ഒരു ആഴ്ച നീണ്ടുനിന്ന ഹിന്ദുമത പരിഷത്തിന് പൂർണ്ണത ലഭിച്ചുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ പമ്പ നദിയിൽ സ്നാനവും ഒപ്പം പമ്പ ആരതിയും നടക്കും. അതിനോടുകൂടി ഇത്തവണത്തെ ഹിന്ദുമത പരിഷത്തിന് സമാപനമാകും. പുണ്യനദി പമ്പയ്ക്ക് ആരതി സമർപ്പിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ ചടങ്ങുകൾ നടന്നിരുന്നു. 113 പമ്പ തീരങ്ങളിലാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തോട് അനുബന്ധിച്ച് ഇത്തവണ കഴിഞ്ഞ ഒരു മാസക്കാലത്ത് പമ്പ ആരതി നടത്തിയത്. നദീപൂജയും മറ്റു ചടങ്ങുകളും വൃക്ഷത്തൈ വിതരണം അടക്കമുള്ള ചടങ്ങുകൾ ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തോടനുബന്ധിച്ച് പൂർത്തിയാക്കിയിരുന്നു. RSS സർസംഘചാലകർ പങ്കെടുത്ത ആ ഹിന്ദു ഏകതാ സമ്മേളനം ഇത്തവണത്തെ ഹിന്ദുമത പരിഷത്തിന്റെ ഏറ്റവും സവിശേഷ പ്രാധാന്യമുള്ള ഒന്നായി മാറുകയും ചെയ്തിരുന്നു. വിഷ്ണു, ഹിന്ദുമത പരിഷത്തിന്റെ സമാപന ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള പമ്പ ആരതിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്.